ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്നാ മക്കളെ, ഇൻ ദ പിക്ചർ ദ സർക്കിൾ ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ദ മിഡിൽ സർക്കിൾ. ഇപ്പൊ നമുക്കൊരു മിഡിൽ ആയിട്ട് ഒരു സർക്കിൾ തന്നിട്ടുണ്ടെങ്കിൽ ഈ സർക്കിളിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു സർക്കിൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ നമ്മൾ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ വരച്ചിരിക്കുന്ന സർക്കിൾ പി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്തിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ വരച്ചിരിക്കുന്ന സർക്കിൾ ആർ എന്നും എസ് എന്നും പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്ത് പ്രൂവ് ചെയ്യണം? ഈ എ ബി ഡി സി എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എ ബി ഡി സി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആകണമെങ്കിൽ നമുക്ക് ഇവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടു പ്രൂവ് അല്ലെങ്കിൽ ടു ഷോ ദാറ്റ് എന്താണ് എ ബി ഡി സി ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എ ബി ഡി സി ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് പ്രൂവ് ചെയ്യണം. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇനി എ ബി ഡി സി എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ എന്തായിരിക്കും നമുക്ക് കണ്ടീഷൻ അവിടെ പ്രൂവ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടെ കൂട്ടുമ്പോൾ 180 വരണം. ദാറ്റ് ഈസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി അതുപോലെ തന്നെ നോക്കിക്കേ, ആംഗിൾ ബിയും ആംഗിൾ സിയും എന്തായിരിക്കും? 180 ആയിരിക്കണം. അതായത് സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും അല്ലെ? അപ്പൊ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, തെളിയിക്കേണ്ടത്. അപ്പൊ ടു പ്രൂവ് എ ബി ഡി സി ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് പ്രൂവ് ചെയ്യണം. അതായത് ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടെ കൂട്ടുമ്പോൾ 180 ആണ്, ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ കൂട്ടുമ്പോൾ 180 ആണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എ ബി ഡി സി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയി അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ ഫസ്റ്റ് ക്വാഡ്രിലാറ്ററൽ ഒന്ന് കൺസിഡർ ചെയ്യാം. അതായത് എ ബി ക്യു പി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് എഴുതാമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എ ബി ഡി സി എന്ന് പറഞ്ഞ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180 ആണെന്ന് പ്രൂവ് ചെയ്യണം. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 180 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നോക്കിക്കേ മക്കളെ, നമുക്കറിയാം ഈ എ ബി ക്യു പി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? കാരണം എയും ബിയും ക്യൂവും പിയും ഏതാണ്? വെർട്ടെക്സ് എന്ന് പറയുന്നത് സർക്കിളിനകത്താണ്. അപ്പൊ എ ബി ക്യു ബി എന്ന് പറയുന്നത് എ ബി ക്യു പി എന്ന് പറയുന്നത് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലെ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അത് നമ്മൾ അത് ആദ്യം എഴുതി. ക്വാഡ്രിലാറ്ററൽ എ ബി ക്യു പി എന്ന് പറഞ്ഞ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഈ ആംഗിൾ എക്സ് എന്ന് എടുക്കുമെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? എക്സ് ആണ്. കാരണം ഇത് ലീനിയർ പെയർ ആയതുകൊണ്ട് ആംഗിൾ എക്സ് വരും. ഇനി ഇവിടെ നോക്കി, ഇത് ബി ക്യു എസ് ആർ എന്ന് പറയുന്നത് സൈക്ലിക് അല്ലേ? കാരണം ഈ 4 വെർട്ടെക്സും ഏതിനകത്താണ്? സർക്കിളിനകത്താണ്. അപ്പൊ ഇത് പി ക്യു എസ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. ദെൻ ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? കാരണം ഇത് ലീനിയർ പെയർ ആണല്ലോ. ഇനി നോക്കിക്കേ, ആർ എസ് ഡി സി എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ എത്രയാ നോക്കി? എക്സ് പ്ലസ് 180 മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ആയില്ലേ? നമ്മുടെ ആൻസർ ആയില്ലേ? ഒരു ഇത് കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ എന്താണ്? ആംഗിൾ ബി പ്ലസ് ആംഗിൾ സിയും കൂടെ എന്താന്ന് പ്രൂവ് ചെയ്താൽ മതി? 180 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി എന്താ? 360 അല്ലേ? അപ്പൊ ഇത് രണ്ടും 180 ആണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? 180 360 180 കുറച്ചാൽ മതി. നമുക്ക് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡിയും എന്തായി കിട്ടും? 180 ആയി കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ ആവും. ഇനി നമുക്ക് ഇതൊന്ന് എങ്ങനെ എഴുതാന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എഴുതി എ ബി ക്യു പി എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത് തന്നെ ഒന്നും എഴുതാം. ആംഗിൾ എ എന്ന് പറഞ്ഞ എക്സ്, therefore ആംഗിൾ ബി ക്യു പി എന്ന് പറഞ്ഞ therefore ആംഗിൾ ബി ക്യു പി ഈക്വൽ ടു 180 മൈനസ് എക്സ്. കാരണം 180 മൈനസ് എക്സ്. ആംഗിൾ എ ബി ക്യു പി എന്ന് പറഞ്ഞ സൈക്ലിക് ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിളും സപ്ലിമെന്ററി ആയിരിക്കും. അതിന്റെ തുക 180 ആയിരിക്കും. അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ ഇതെന്താണ്? 180 മൈനസ് എക്സ്. അതേ നമ്മൾ ആൻസർ എഴുതി. ഇനി ആംഗിൾ ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇത് നമ്മൾ എന്താ കണ്ടുപിടിച്ചേക്കണം? എക്സ് അല്ലേ? അതൊന്നും എഴുതാം. therefore ആംഗിൾ പി ക്യു എസ്, ആംഗിൾ പി ക്യു എസ് എന്ന് പറഞ്ഞ എസ്. കാരണം എന്താണ്? ലീനിയർ പെയർ ആണ്. അത് നമ്മൾ അവിടെ ഒന്നും എഴുതി, ലീനിയർ പെയർ. ഇനി ഇവിടെ നോക്കിക്കേ, ആംഗിൾ പി ക്യു എസ് എന്ന് പറയുന്നത് എക്സ് ആണ് കിട്ടി. ഇനി ഇവിടെ നോക്കിയേ, ഇത് ഏതാണ്? പി ക്യു എസ് ആർ എന്ന് പറഞ്ഞ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ?
അപ്പൊ പി ക്യു എസ് ആർ ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. പി ക്യു എസ് ആർ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ആംഗിൾ പി ക്യു എസ് എസ് ആണെങ്കിൽ ആംഗിൾ പി ആർ എസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. therefore ആംഗിൾ പി ആർ എസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് ആയിരിക്കും. അവിടെയും സൈക്ലിക് ആയതുകൊണ്ട്, സൈക്ലിക് എന്നുള്ള റീസൺ ആണ് വരുന്നത്. ഇനി ഇത് 180 മൈനസ് എക്സ് ആയതുകൊണ്ട് ആംഗിൾ സി ആർ എസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു എസ്. സി ആർ എസ് ഈക്വൽ ടു, ആ പടം നോക്കി നമ്മൾ എഴുതിയതിനു ശേഷം അതെല്ലാം ചുമ്മാ എഴുതിയാൽ മതി. അതിന് കാരണം ലീനിയർ പെയർ ആണ്, ലീനിയർ പെയർ. ഇനി ലീനിയർ പെയർ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ എസ് ഡി ആർ സി എന്ന് പറയുന്നത് 180 മൈനസ് എക്സ് ആയിരിക്കും. കാരണം ഏതാണ്? ആർ എസ് ഡി സി എന്ന് പറഞ്ഞ സൈക്ലിക് ആണ്. ആർ എസ് ഡി സി ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. കറക്റ്റ് അല്ലേ? അപ്പൊ therefore നമ്മൾ ആംഗിൾ ആർ എസ് ഡി സിയും നമുക്ക് എന്ത് കിട്ടി? 180 കിട്ടി. ഇനി നമുക്കറിയാം ഈ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ആയിരിക്കും. കൂട്ടുമ്പോൾ നമുക്ക് നോക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് എക്സ് പ്ലസ് 180 മൈനസ് എക്സ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സും എക്സും വെട്ടിപ്പോകും, 180 ആണ്. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് നമുക്ക് 180 കിട്ടി. ഇനി നമ്മൾ എന്തുകൂടി പ്രൂവ് ചെയ്യണം? ഈ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180 എന്ന് പറഞ്ഞ നമ്മുടെ ആൻസർ ആയി. ഇവിടെ നമുക്ക് എന്ത് കിട്ടി മക്കളെ? അപ്പൊ ആംഗിൾ എ പ്ലസ് ഈ ആംഗിൾ ഡി എന്ന് പറയുന്നത് നമുക്ക് 180 കിട്ടണം അല്ലെ? ആംഗിൾ എ എന്ന് പറഞ്ഞ എക്സ് ആണ്, ആംഗിൾ ഡി എന്ന് പറഞ്ഞ 180 മൈനസ് എക്സ് ആണ്. അപ്പൊ ഈ എക്സും എക്സും വെട്ടിപ്പോയിട്ട് നമ്മുടെ ആൻസർ ഈസ് 180 വരും. അപ്പൊ അതിന്റെ ആദ്യത്തെ ആൻസർ 180 ആയി. ഇനി ഇവിടെ നോക്കി ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി സിയും കൂടെ കൂട്ടുമ്പോൾ 180 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതിനകത്ത് നമുക്കറിയാം ഈ എ ബി ഡി സി എന്ന് പറയുന്നത് എന്താണ്? ട്രപ്പീസിയാണ്. അപ്പൊ നമുക്ക് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയാം, ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലെ? അപ്പൊ ഇതിനകത്ത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എത്രയാണ്? 180 ആണ്. അപ്പൊ ഇത് 180 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടി. അപ്പൊ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് 360 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി അവിടെ നിർത്തി കഴിയുമ്പോൾ എത്ര വരും? ആംഗിൾ ഡി എന്ന് പറയുമ്പോൾ ഇത് നേരെ ഇപ്പുറത്തേക്ക് പോകില്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 360 മൈനസ് 180 വരും. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് 360 നിന്ന് 180 കുറച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 180 വരും. അപ്പൊ ഇവിടെ നിന്ന് എന്ത് കിട്ടി നോക്കിയേ? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് 180 ആയി, ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് 180 ആയി. അങ്ങനെയാണെങ്കിൽ therefore എന്ത് എഴുതാം? എ ബി ഡി സി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നമ്മുടെ ആൻസർ ആയി.